Hi guys, welcome to today's newspaper analysis session. അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന ടോപ്പിക്ക് നമ്മുടെ വിഴിഞ്ഞം പോർട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ടോപ്പിക്കാണ്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ന്യൂസ്. അപ്പോൾ ഷേപ്പിംഗ് ദ പോർട്ട് ഓഫ് ദ ഫ്യൂച്ചർ ആൻഡ് ഇതിൻ്റെ ഒരു പ്രിലിംസ് ആൻഡ് മെയിൻസ് റെലവൻസ് നമുക്കൊന്ന് നോക്കാം. പ്രിലിംസിൽ ജനറൽ സ്റ്റഡീസ് പേപ്പർ 1 അണ്ടറിൽ വരുന്നൊരു ടോപ്പിക്കാണ് വിച്ച് ഈസ് ഇന്ത്യൻ ആൻഡ് വേൾഡ് ജോഗ്രഫി, ഫിസിക്കൽ, സോഷ്യൽ, ഇക്കോണമിക് ജോഗ്രഫി ഓഫ് ഇന്ത്യ ആൻഡ് ദ വേൾഡ്. അതേപോലെ തന്നെ മെയിൻസിൽ പേപ്പർ 3 GS പേപ്പർ 3 വരുന്നൊരു ടോപ്പിക്കാണ് വിച്ച് ഈസ് ഇൻഫ്രാസ്ട്രക്ചർ, എനർജി, പോർട്സ്, റോഡ്സ്, എയർപോർട്സ്, റെയിൽവേസ്, എക്സെട്ര. So we look on to the context and historical significance of this particular news. So Vizhinjam, located in Thiruvananthapuram district, Kerala, has played a crucial role in global maritime trade historically. Inscription from the Pandichola era, which is 1129 AD, refers to it as Rajendra Chola Pattanam. So historians believe Balita, BALITA, ഇങ്ങനെ ഒരു സംഭവത്തിനെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ വിച്ച് ഇസ് മെൻഷൻ ഇൻ ദ ഫസ്റ്റ് സെഞ്ചുറി AD ഹിസ്റ്റോറിയൽ ട്രാവലോഗ് ലൈക്ക് പെരിപ്ലസ് ഓഫ് എറിത്രിയൻ സീ റെഫേഴ്സ് ടു വിഴിഞ്ഞം. Its importance declined after colonial powers prioritized other ports like Cochin and Madras. In 1940s, the Travancore state commissioned a study to revive the port's potential. ഇപ്പോൾ വിഴിഞ്ഞം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, വിച്ച് ഈസ് എ കോസ്റ്റൽ ടൗൺ ഇൻ കേരളാസ് തിരുവനന്തപുരം ഡിസ്ട്രിക്ട് ആൻഡ് വിച്ച് ഹാസ് ബീൻ ഇമ്പോർട്ടൻറ്റ് ഇൻ ഇൻ്റർനാഷണൽ സീ ട്രേഡ് ഫോർ എ വെരി ലോങ് ടൈം. അതായത് ഓൾഡ് റെക്കോർഡ്സ് പ്രകാരം, അതായത് 1129 AD ഒരു റെക്കോർഡ്സ് പ്രകാരം ഇതൊരു പാണ്ഡ്യചോള പീരീഡാണ്. ആൻഡ് അതിൽ രാജേന്ദ്ര ചോള പട്ടണം എന്ന് റെഫർ ചെയ്തിരിക്കുന്നത് വിഴിഞ്ഞത്തിനെയാണ് എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അതേപോലെ തന്നെ സം ഹിസ്റ്റോറിയൻസ് തിങ്ക് ഈ ഒരു ബലിത എന്ന് മെൻഷൻ ചെയ്തില്ലേ, ഇത് ഒരു ഫസ്റ്റ് സെഞ്ചുറി ട്രാവൽ ബുക്കിൽ ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതും വിഴിഞ്ഞമാണ് എന്നാണ് ഹിസ്റ്റോറിയൻസ് വിശ്വസിക്കുന്നത്. ആ ഒരു ഫസ്റ്റ് സെഞ്ചുറിയിലെ ട്രാവൽ ബുക്ക് എന്ന് പറയുന്നത് ഒരു പെരിപ്ലസ് ഓഫ് എറിത്രിയൻ സീ എന്നുള്ള ബുക്കിൽ ഇതിന് ഒരു മെൻഷൻ ഉണ്ട്. ആൻഡ് ഓവർ ടൈം നമുക്കറിയാമല്ലേ, പിന്നീട് യൂറോപ്യൻ കൊളോണൈസേഴ്സ് വന്നപ്പോൾ നമ്മുടെ ഈ ഒരു വിഴിഞ്ഞം പോർട്ടിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ കുറഞ്ഞിട്ട് അവർ കൂടുതൽ ഫോക്കസ് ചെയ്തത് കൊച്ചിൻ, മദ്രാസ് പോലത്തെ പോർട്സിലാണ്. എന്നിരുന്നാൽ കൂടി 1940 ട്രാവങ്കൂർ ഗവൺമെൻറ് ഹാസ് സ്റ്റഡീഡ് ഹൗ ടു ബ്രിങ് വിഴിഞ്ഞം ബാക്ക് ആസ് എ മേജർ പോർട്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് ആൻഡ് ഓപ്പറേഷണൽ ഹൈലൈറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇന്ത്യയുടെ ഫസ്റ്റ് ഡീപ്പ് വാട്ടർ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടാണ് വിഴിഞ്ഞം എന്ന് പറയുന്നത്, അല്ലേ? വിച്ച് വാസ് വിഴിഞ്ഞം. ആൻഡ് ഇത് ഓപ്പൺ ചെയ്തത് നമ്മുടെ പ്രൈം മിനിസ്റ്ററാണ്, വിച്ച് ഈസ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി, മാർക്കിംഗ് എ മേജർ മൈൽ സ്റ്റോൺ ഇൻ ഇന്ത്യ ഷിപ്പിംഗ് ആൻഡ് ട്രേഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ളതാണ്. സോ നമ്മളിവിടെ പറഞ്ഞു അല്ലേ, ഫസ്റ്റ് ഡീപ്പ് വാട്ടർ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ട്. എന്താണ് ഡീപ്പ് വാട്ടർ പോർട്ട് എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ഡീപ്പ് വാട്ടർ പോർട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പോർട്ട്സിൻ്റെയൊക്കെ ദേ വിൽ ഹാവ് വെരി ഡീപ്പ് വാട്ടർ നിയർ ദ കോസ്റ്റ്. അപ്പോൾ എന്താണ് ഉപകാരം അതുകൊണ്ട്? അപ്പോൾ ഹ്യൂജ് കാർഗോ ഷിപ്സിനൊക്കെ വിച്ച് നീഡ്സ് ഡീപ്പ് വാട്ടർ ടു ഫ്ലോട്ട് സേഫ്ലി ക്യാൻ ഡോക്ക് ഡയറക്ട്ലി. സോ ഈ ഷിപ്പിനൊന്നും ദീസ് ഷിപ്സ് ഓഫൺ കാൺ ഗോ ടു റെഗുലർ പോർട്ട്സ് ബിക്കോസ് ആ ഒരു വാട്ടർ അത്രയ്ക്ക് ഡീപ്പായിരിക്കില്ല, അല്ലേ? ആ ഒരു കോസ്റ്റിൻ്റെ അടുത്തുള്ള ആ ഒരു വാട്ടർ അത്രയും ഡീപ്പാണെന്നുണ്ടെങ്കിൽ ഹ്യൂജ് കാർഗോ ഷിപ്സിനൊക്കെ അവിടെ വന്ന് ഡോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് it is built to handle containers, the big metal boxes used to carry goods on ships, and these containers are loaded and unloaded using giant cranes. ഓക്കെ, പിന്നീട് ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ട് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. സോ ഈ ഒരു നമ്മുടെ വിഴിഞ്ഞം എന്ന് പറയുന്നത് ദിസ് പോർട്ട് വിൽ ആക്ട് ആസ് എ ഹബ് ഓർ ട്രാൻസ്ഫർ പോയിന്റ്. അപ്പോൾ ഈ ഒരു വലിയ വലിയ ഷിപ്സൊക്കെ അതർ കൺട്രീസിൽ നിന്നുള്ള ബിഗ് ഷിപ്സ് വിൽ കം ഫ്രം അതർ കൺട്രീസ് ആൻഡ് ഡ്രോപ്പ് ഓഫ് കണ്ടെയ്നേഴ്സ്. സോ അവിടെ നിന്നും സ്മോൾ ഷിപ്സ് വന്നിട്ട് ദേ വിൽ പിക്ക് അപ്പ് ദോസ് കണ്ടെയ്നേഴ്സ് ആൻഡ് ഡെലിവർ ദം ടു നിയർ ബൈ പോർട്ട്സ് ഇൻ ഇന്ത്യ ഓർ അതർ കൺട്രീസ്. സോ ഇതെന്ത് ചെയ്യും? ദിസ് വിൽ മേക്ക് ഷിപ്പിംഗ് മോർ ഫാസ്റ്റർ ആൻഡ് ചീപ്പർ, എസ്പെഷ്യലി ഫോർ സ്മോളർ പോർട്ട്സ് ദാറ്റ് കാൺ ഹാൻഡിൽ ഹ്യൂജ് ഷിപ്സ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പോർട്ടാണ് നമ്മുടെ വിഴിഞ്ഞം. സോ ബിഗ് ഷിപ്സ് ഓൺ ഗ്ലോബൽ റൂട്ട്സ് ക്യാൻ സ്റ്റോപ്പ് അറ്റ് വിഴിഞ്ഞം ആൻഡ് അവർക്ക് കാർഗോ അൺലോഡ് ചെയ്യാൻ പറ്റും.
അപ്പോൾ ഈ ഒരു സ്മോളർ ഇന്ത്യൻ പോർട്ട്സിക്കൊന്നും പോകേണ്ട കാര്യമില്ല. അവോയ്ഡ് ഗോയിങ് ഓൾ ദ വേ ടു ദ സ്മോളർ പോർട്ട്സ് ആൻഡ് ദെൻ സ്മോളർ ഫീഡർ ഷിപ്സ് ക്യാരി ദ കാർഗോ ഇൻലാൻഡ് ഓർ ടു അതർ പാർട്സ് ഓഫ് സൗത്ത് ഏഷ്യ. അപ്പോൾ അവിടെ നിന്നും ചെറിയ കപ്പലുകൾ വന്നിട്ട് ആ ഒരു കണ്ടെയ്നേഴ്സൊക്കെ എടുത്തിട്ട് അവർക്ക് വേറെ സൗത്ത് ഏഷ്യൻ പാർട്സിലോട്ടും കാര്യങ്ങൾക്കൊക്കെ അവർക്ക് പോകാൻ കഴിയും. ഓക്കെ, അപ്പോൾ വലിയ ഷിപ്പ് വിഴിഞ്ഞത്ത് വന്നിട്ട് അവരുടെ സാധനങ്ങളൊക്കെ ഇറക്കി വെച്ച് കഴിഞ്ഞിട്ട് ചെറിയ ഷിപ്സ് വന്നിട്ട് അവർക്ക് സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വലിയ ഷിപ്സും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ആരൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ വഴിയെ പറയാം. ആൻഡ് so India's first deep water container transshipment port was opened at Vizhinjam by Prime Minister Narendra Modi, marking a major milestone in India's shipping and trade infrastructure. അപ്പോൾ ഇതിൻ്റെ ഒരു സിമ്പിളായിട്ടൊരു ബ്രേക്ക് ഡൗൺ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഒരു ചെറിയ ഓപ്പറേഷൻസൊക്കെ തുടങ്ങിയത് ജൂലൈ 2024 ഇതൊരു ഫുൾ കൊമേർഷ്യൽ ഓപ്പറേഷൻ തുടങ്ങിയത് ഡിസംബർ 2024 ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ് വന്നിട്ട് 8,867 crore. Okay, which is 8,867 crore. അതിൽ 5,595 crore നമ്മുടെ കേരള ഗവൺമെൻറ് ആണ്. ബാക്കിയുള്ള 2,454 കോടി ആരായിരിക്കും? അദാനി പോർട്ട്സ് ആണ് ബാക്കിയുള്ള ആ ഒരു ഷെയർ 2,454. സോ അവരാണ് ആ പോർട്ട് റൺ ചെയ്യുന്നതല്ലേ. ആൻഡ് ബാക്കിയുള്ള റിമൈനിങ് ആയിട്ടുള്ള 817.8 CR ഫ്രം ദ സെൻട്രൽ ഗവൺമെൻറ്. അതൊരു ഫണ്ടിങ് സപ്പോർട്ട് പോലെയാണ്, അത് നമ്മൾ തിരിച്ചു കൊടുക്കണം. അതൊരു ഭയങ്കര ഒരു കോൺട്രവേഴ്സി ആയിരുന്നു അല്ലേ. ആൻഡ് ഇതിൻ്റെ ഒരു നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൻ്റെ ഏറ്റവും വലിയ സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ, it is just 10 nautical miles from key international shipping lines. So big ships don't need to go far off their main route. അല്ലേ, ഒരു ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് ലൈനിന്ന് 10 നോട്ടിക്കൽ മൈൽ അവയാണ് വിഴിഞ്ഞം എന്ന് പറയുന്നത്. അപ്പോൾ വലിയ ഷിപ്സും കാര്യങ്ങളൊക്കെ അവരുടെ മെയിൻ റൂട്ടിൽ നിന്ന് അധികം ഡീവിയേറ്റ് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല അല്ലേ. നൈസായിട്ട് ഒരു 10 നോട്ടിക്കൽ മൈൽസ് തിരിഞ്ഞു കഴിഞ്ഞാൽ വിഴിഞ്ഞം എത്തി അവർക്ക് അവരുടെ സാധനങ്ങളെല്ലാം അവിടെ ഡിപ്പോർട്ട് ചെയ്തിട്ട് പോകാൻ പറ്റും അല്ലേ. ആൻഡ് ഈ ഒരു ഇതിൻ്റെ ഒരു പെർഫോമൻസ്, വിഴിഞ്ഞം പോർട്ടിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു 6 lakhs അടുത്ത് കണ്ടെയ്നേഴ്സും അതേപോലെ തന്നെ ദേ ഹാവ് ഹാൻഡിൽഡ് 6 lakh കണ്ടെയ്നേഴ്സ് ആൻഡ് 280+ ഷിപ്സ് ഡൂയിങ് ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൻ്റെ ഒരു എക്കണോമിക് ആൻഡ് സ്ട്രാറ്റജിക് പൊട്ടൻഷ്യലാണ്. ഓക്കെ, സോ റൈറ്റ് നൗ ഇന്ത്യയുടെ 75% ഇന്ത്യയുടെ ആ ഒരു കാർഗോ ഈസ് ട്രാൻസ്ഫേർഡ് അറ്റ് ഫോറിൻ പോർട്ട്സ് ലൈക്ക് കൊളംബോ, സിംഗപ്പൂർ ആൻഡ് ക്ലാങ്. സോ ഇതെന്താണ് കാണിക്കുന്നത്, വിച്ച് ഈസ് ഇത് ഒരുപാട് സമയമെടുക്കും, അതേപോലെ തന്നെ ഭയങ്കര ചിലവുള്ളൊരു പരിപാടിയാണല്ലേ. സോ വിഴിഞ്ഞം വിൽ ഹെൽപ്പ് ബ്രിങ് ദാറ്റ് ബിസിനസ് ബാക്ക് ടു ഇന്ത്യ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഫോറിൻ പോർട്ട്സിലോട്ട് ഇനി നമ്മുടെ ആ ഒരു ഇന്ത്യൻ കണ്ടെയ്നർ കാർഗോ ട്രാൻസ്ഫർ ചെയ്യേണ്ട കാര്യമില്ല അല്ലേ. 75% പുറത്തേക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ബാക്കി വളരെ കുറച്ച് നമ്മൾ ഇന്ത്യയിൽ ഹാൻഡിൽ ചെയ്യുന്നുള്ളൂ. സോ ഇനി അതിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് വിഴിഞ്ഞം വിൽ ഹെൽപ്പ് ദാറ്റ് ടു ബ്രിങ് ദാറ്റ് ബിസിനസ് ബാക്ക് ടു ഇന്ത്യ. പിന്നെ ദ കീ സ്ട്രെങ്ത് ഓഫ് വിഴിഞ്ഞം പോർട്ട് എന്നുള്ളതാണ്. വിഴിഞ്ഞത്തിൻ്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് 20 meters നാച്ചുറൽ ഡ്രാഫ്റ്റ് ആണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ ഒരു നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ തന്നെ ഈ ഒരു പോർട്ടിൻ്റെ അടുത്ത് വളരെ ഡീപ്പ് വാട്ടറാണ്. സോ ഇറ്റ് ഈസ് വെരി പെർഫെക്റ്റ് ഫോർ അൾട്രാ ലാർജ് കണ്ടെയ്നർ വെസൽസ് വിച്ച് ആർ എമംഗ് ദ ബിഗ്ഗസ്റ്റ് ഷിപ്സ് ഇൻ ദ വേൾഡ്. സോ ആ ബിഗ്ഗസ്റ്റ് ഷിപ്സ് ആരൊക്കെയാണെന്നുള്ള കാര്യം നമ്മൾ പറയാം. ആൻഡ് അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 10 നോട്ടിക്കൽ മൈൽ അകലെയല്ലേ, അത്രയേ ഉള്ളൂ ഇൻ്റർനാഷണൽ ബൗണ്ടറി. സോ ഇറ്റ് ഈസ് വെരി ക്ലോസ് ടു ഗ്ലോബൽ ഷിപ്പിംഗ് ലൈൻസ്. സോ ലാർജ് ഷിപ്സ് ക്യാൻ ഈസിലി സ്റ്റോപ്പ് ഹിയർ വിതൗട്ട് ടേക്കിംഗ് എ ലോങ് ഡീറ്റൂർ. ഓക്കെ, സോ ഇനി നമ്മൾ നോക്കാനുള്ളത് ഈ ഒരു മേജർ ഷിപ്പിംഗ് കമ്പനീസാണ്, വിഴിഞ്ഞത്ത് വന്നിട്ടുള്ള മേജർ ഷിപ്പിംഗ് കമ്പനീസ്. സോ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ MSC എന്ന് പറയുന്ന ആൾക്കാർ, വിച്ച് ഈസ് ദി മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി. ഈ ഒരു മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എന്ന് പറയുന്നത് വേൾഡിലെ തന്നെ ലാർജസ്റ്റ് കണ്ടെയ്നർ ഷിപ്പിംഗ് ലൈനാണ് ആൻഡ് ഹാസ് ഓൾറെഡി സ്റ്റാർട്ടഡ് യൂസിങ് വിഴിഞ്ഞം. ഈ MSCയുടെ കാര്യം പറയുമ്പോൾ ഇതൊരു പ്രൈവറ്റ്ലി ഓൺഡ് കമ്പനിയാണ്. ഇറ്റ്സ് എ ഗ്ലോബൽ കണ്ടെയ്നർ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക് കമ്പനി ആൻഡ് ഇറ്റ് ഈസ് ദ വേൾഡ്സ് ലാർജസ്റ്റ് കണ്ടെയ്നർ ഷിപ്പ് ഓപ്പറേറ്റർ, ഫൗണ്ടഡ് ഇൻ 1970. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഒക്കെ വരുന്നത് ഗിനീവ, സ്വിറ്റ്സർലാൻഡിലാണ്. ആൻഡ് MSC മെയിനായിട്ട് ദേ ഓപ്പറേറ്റ്സ് ഓവർ 500 ഓഫീസസ് ഇൻ 155 countries. സോ ദ കമ്പനി പ്രൊവൈഡ് എ വൈഡ് റേഞ്ച് ഓഫ് സർവീസസ്. ഓക്കെ, ഇതൊരു ഫാമിലി റൺ കമ്പനിയാണ് കേട്ടോ.
ഓക്കെ. ആൻഡ് ഇവർക്ക് ഈ ഒരു ഷിപ്പിംഗ് ഇത് മാത്രമല്ല, വേറെ പല സർവീസ്, അത് റോഡിലായാലും റെയിലായാലും അതേപോലെ തന്നെ സീ ട്രാൻസ്പോർട്ട് വിത്ത് എ ഫോക്കസ് ഓൺ ഗ്ലോബൽ റീച്ച് ആൻഡ് ലോക്കൽ നോളജ് ആൻഡ് ഓൾ. സോ മെയിൻലി ഒരു സസ്റ്റൈനബിലിറ്റി ഒക്കെ ഫോക്കസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ദേ എംഫസൈസ് സസ്റ്റൈനബിലിറ്റി ആൻഡ് കൊളാബറേറ്റ്സ് വിത്ത് പാർട്ട്നേഴ്സ് ടു അച്ചീവ് എൻവയോൺമെന്റൽ ഗോൾസ് ആൻഡ് ട്രാൻസിഷൻ ടു നെറ്റ് സീറോ. ആൻഡ് നെക്സ്റ്റ് ഉള്ള ഒരു ആളെന്ന് പറയുന്നത് ഈ ഒരു MSC ക്ലൗഡ് ജിറാഡെ. ഈ ഒരു ക്ലൗഡ് ജിറാഡെ എന്ന് പറയുന്ന ഒരു ഷിപ്പാണ്. ആൻഡ് ഇത് സൗത്ത് ഏഷ്യയിലെ തന്നെ വളരെ ലാർജസ്റ്റ് ഷിപ്പാണ്. ഓക്കെ, ലാർജസ്റ്റ് ഷിപ്പ് എവർ ഇൻ സൗത്ത് ഏഷ്യ. ഇത് സെപ്റ്റംബർ 2024 വിഴിഞ്ഞത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് നെക്സ്റ്റ് ഉള്ള ആൾക്കാരെന്ന് പറയുന്നത് MSC അന്ന. ആൻഡ് ഇത് ഒക്ടോബർ 2024 വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് ഹാസ് ഓഫ് ലോഡഡ് 10,330 കണ്ടെയ്നേഴ്സ് ഇത് വിഴിഞ്ഞത്ത് ഓഫ് ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഒരു വളരെ വലിയൊരു റെക്കോർഡായിരുന്നു. ഇന്ത്യൻ പോർട്ടിൽ ഇത്രയും അധികം ഇത് ഓഫ് ലോഡ് ചെയ്യുന്ന ഒരു റെക്കോർഡാണ് അന്നുണ്ടായത്. ആൻഡ് പിന്നീടുള്ള ആൾക്കാരാണ് MSC ഇരീന, IRINA. ആൻഡ് ഇത് വേൾഡ്സ് ലാർജസ്റ്റ് കണ്ടെയ്നർ ഷിപ്പാണ്. ഇത് മെയ് 2025 ഓക്കെ വിഴിഞ്ഞത്ത് എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ആൻഡ് വേറൊരു MSC ടർക്കി എന്ന് പറഞ്ഞിട്ടൊരു ഷിപ്പും കൂടി ഉണ്ട്. സോ അതാണ് വിഴിഞ്ഞത്തെത്തിയ ഏറ്റവും ലാർജസ്റ്റ് ഷിപ്പ് എന്നാണ് ചില ഇൻഫർമേഷൻ സോഴ്സസ് പറയുന്നത്. ഓക്കെ, സോ ഇതെല്ലാം ഈ ഒരു മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെയാണ്. ഓക്കെ, സോ അതാണ് ഇവിടുത്തെ ഫോക്കസ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. And India's first semi-automated port with women crane operators. Okay, വിഴിഞ്ഞം ഈസ് ദ ഫസ്റ്റ് ഇന്ത്യൻ പോർട്ട് വിത്ത് സെമി ഓട്ടോമേഷൻ. അതായത് മെഷീൻസും അതേപോലെ ഹ്യൂമൻ ഓപ്പറേറ്റേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സെമി ഓട്ടോമേഷൻ ഇന്ത്യൻ പോർട്ടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഓട്ടോമേഷൻ പോർട്ടാണ് വിഴിഞ്ഞം എന്ന് പറയുന്നത്. അവിടെ ലോക്കൽ വുമൻസ് ഹാവ് ബീൻ ട്രെയിൻ ടു ഓപ്പറേറ്റ് ക്രെയിൻസ്, മാർക്കിംഗ് എ സ്റ്റെപ്പ് ടുവേർഡ്സ് ഇൻക്ലൂസിവിറ്റി ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ് അല്ലേ. സോ അതൊരു ഭയങ്കര ഒരു എന്താ പറയുക, ഒരു നല്ലൊരു കാര്യമാണല്ലോ. അവിടുത്തെ ലോക്കൽ വുമണാണ് അവിടുത്തെ ക്രെയിനും കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. സോ അതാണ് നമുക്ക് നോക്കാനുള്ള മെയിൻ കാര്യങ്ങൾ ഇവിടെ വിഴിഞ്ഞത്തിൻ്റെ ഒരു പോർട്ടിനെ ബേസ് ചെയ്തിട്ടുള്ളത്. ഒന്ന് വുമൺ ക്രെയിൻ ഓപ്പറേറ്റേഴ്സ്, പിന്നെ സെമി ഓട്ടോമേഷൻ, ഇന്ത്യാസ് ഫസ്റ്റ് സെമി ഓട്ടോമേറ്റഡ് പോർട്ട്, പിന്നെ മേജർ ഷിപ്പിംഗ് കമ്പനീസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. പിന്നെ വിഴിഞ്ഞത്തിൻ്റെ സ്ട്രെങ്ത്, അതായത് 20 മീറ്റർ ആ ഒരു നാച്ചുറൽ ഡ്രാഫ്റ്റുള്ള വളരെ വെരി ഡീപ്പ് വാട്ടേഴ്സ് അടുത്ത് തന്നെ, കോസ്റ്റിൻ്റെ അടുത്ത് തന്നെ ഉള്ള ഒരു സ്ഥലമാണ് വിഴിഞ്ഞം എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് വെരി പെർഫെക്റ്റ് ഫോർ അൾട്രാ ലാർജ് കണ്ടെയ്നർ വെസൽസ്. ആൻഡ് പിന്നെ നമ്മൾ പറഞ്ഞു ഇന്ത്യയുടെ 75ഓളം ഇന്ത്യൻ കണ്ടെയ്നർ കാർഗോ ഈസ് ട്രാൻസ്ഫേർഡ് അറ്റ് ഫോറിൻ പോർട്സ് ലൈക്ക് കൊളംബോ, സിംഗപ്പൂർ ആൻഡ് ക്ലാങ്. സോ ഇത് വളരെ ദിസ് വിൽ ലീഡ് ടു ലോസ് ഓഫ് ടൈം ആൻഡ് മണി, ആൻഡ് വിഴിഞ്ഞം വിൽ ഹെൽപ്പ് ബ്രിങ് ദാറ്റ് ബിസിനസ് ബാക്ക് ടു ഇന്ത്യ എന്നുള്ളതാണ്. സോ ഇതാണ് ഒരു സിംപ്ലസ്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് കീ പോയിന്റ്സ് അബൌട്ട് വിഴിഞ്ഞം പോർട്ട്. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ദ നീഡ് ഫോർ വിഴിഞ്ഞം ഫോർ എ ഗ്ലോബൽ പുഷ് എന്നുള്ളതാണ്. നമുക്കറിയാം വൈൽ ഇറ്റ്സ് എന്താ പറയുക, വളരെ നല്ലൊരു സ്ട്രോങ് ബിഗിനിങ് ആണ് വിഴിഞ്ഞത്തിൽ കിട്ടിയിരിക്കുന്നത്. ആൻഡ് ദർ ഈസ് എ നീഡ് ടു ക്യാപിറ്റലൈസ് ഓൺ ദ മൊമെൻറ്റം ഫോർ ലോങ് ടേം ഗെയിംസ്. So the Kerala government is actively promoting the port at global platforms like World Economic Forum 2025, Invest Kerala Global Summit 2025 and Vizhinjam Conclave 2025. So a new agreement with Adani Ports aim to fast track completion by 2028 instead of the earlier target of 2045. So in March 2025, the Union government granted environmental clearance for phase 2 and 3. A planned 20,000 crore investment of the remaining phase will boost capacity from 1 million to 4.87 million and extend the container berth length from 1,200 meters to 2,000 meters. സോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വിഴിഞ്ഞം ഹാസ് ഹാഡ് എ വെരി ഗുഡ് സ്റ്റാർട്ട് അല്ലേ, വളരെ സ്ട്രോങ് സ്റ്റാർട്ട് തന്നെയാണ് വിഴിഞ്ഞത്തിന് കിട്ടിയിരിക്കുന്നത്. ബട്ട് വി ഹാവ് ടു ഷിഫ്റ്റ് ദ ഫോക്കസ് ടു സസ്റ്റെയിനിങ് ആൻഡ് സ്കെയിലിംഗ് ഇറ്റ്സ് സക്സസ്. സോ അതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്സും ഫ്യൂച്ചർ പ്ലാൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. സോ മൊമെൻറ്റം ഈസ് ബിൽഡിങ്. സോ വാട്ട്സ് നെക്സ്റ്റ് ഫോർ വിഴിഞ്ഞം? ഒന്ന് ഗ്ലോബൽ പ്രൊമോഷനാണ് അല്ലേ. നമ്മുടെ കേരള ഗവൺമെൻറ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് പ്രൊമോട്ടിങ് വെരി വെൽ. അപ്പോൾ ഈ ഒരു നമ്മുടെ ഈ ഒരു വിഴിഞ്ഞം പോർട്ട് വലിയ ബിഗ് ഇൻ്റർനാഷണൽ ഇവൻറ്റ്സിലൊക്കെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. എക്സാമ്പിൾ വേൾഡ് എക്കണോമിക് ഫോറം 2025
ഇതിനെ പറ്റിയിട്ട് ഇതിൻ്റെ ഒരു പ്രൊമോഷൻ ഉണ്ടായിരുന്നു. അതേപോലെ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് ഇൻ 2025, അതേപോലെ വിഴിഞ്ഞം കോൺക്ലേവ് 2025, ഇവിടെയൊക്കെ ഈ ഒരു പോർട്ടിനെ നമ്മൾ പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്. സോ ഇതിൻ്റെ ഒരു പിന്നിലുള്ളൊരു അജണ്ട എന്താണ്? സോ ഇറ്റ് ഈസ് ടു അട്രാക്ട് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് അല്ലേ, അതേപോലെ ഷിപ്പിംഗ് പാർട്ട്നേഴ്സിനൊക്കെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ ഒരു ഫാസ്റ്റ് ട്രാക്ക് ഡെവലപ്മെൻ്റ് ആണ്. അതായത് അദാനി പോർട്ടുമായിട്ടുള്ള പുതിയ എഗ്രിമെൻ്റ് പ്രകാരം 2028 തന്നെ ബാക്കിയുള്ള പണികളും കാര്യങ്ങളൊക്കെ ഫുൾ ഡെവലപ്മെൻറ്റും ഫിനിഷ് ചെയ്യുമെന്നാണ് 2028 തന്നെ ഫിനിഷ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഇതിന് മുമ്പ് അതായത് 2045 ഇത് ഫിനിഷ് ചെയ്യപ്പെടുക എന്നുള്ളതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇൻസ്റ്റഡ് ഓഫ് ഏർലിയർ ടാർഗറ്റ് 2045 ഫിനിഷ് ചെയ്യപ്പെടും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ 2028 തന്നെ ഫിനിഷ് ചെയ്യും എന്നാണ് ഇപ്പോൾ ഉള്ളൊരു ന്യൂ എഗ്രിമെൻ്റ് പ്രകാരം പറഞ്ഞിരിക്കുന്നത്. ആൻഡ് വിച്ച് ഈസ് 17 years ahead അല്ലേ ഓഫ് ദ ഷെഡ്യൂൾ. ആൻഡ് നെക്സ്റ്റ് ഉള്ളതൊരു ഗ്രീൻ ലൈറ്റ് ഫോർ എക്സ്പാൻഷൻ ആണ്. അതായത് 2025 മാർച്ചിൽ നമ്മുടെ യൂണിയൻ ഗവൺമെൻറ് അപ്രൂവ്ഡ് എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് ഫോർ ഇതിൻ്റെ ആ ഒരു അടുത്ത സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ്, അത് phase 2 ആൻഡ് phase 3 വേണ്ടിയിട്ടുള്ള ആ ഒരു ക്ലിയറൻസും കാര്യങ്ങളൊക്കെ ഫോർ ക്ലിയറിംഗ് ദ വേ ഫോർ ഫ്യൂച്ചർ കൺസ്ട്രക്ഷൻ, അതിൻ്റെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സോൾവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ യൂണിയൻ ഗവൺമെൻറ്. ആൻഡ് വിച്ച് ഈസ് എ ഗ്രീൻ ലൈറ്റ് ഫോർ എക്സ്പാൻഷൻ. പിന്നെയുള്ളത് ഒരു 20,000 crore ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ആണ്. സോ ദ നെക്സ്റ്റ് ഫേസ് വിൽ മാസീവ്ലി സ്കെയിൽ അപ്പ് കപ്പാസിറ്റി, അതായത് കണ്ടെയ്നർ കപ്പാസിറ്റി 1 million നിന്നും 4.87 million ആയിട്ട് കൂടും. ഓക്കെ, ആൻഡ് കണ്ടെയ്നർ ബർത്തിൻ്റെ ലെങ്ത്ത് വിൽ ഇൻക്രീസ് ഫ്രം 1200 meters തൊട്ടിട്ട് 2000 meters വരെ ആ ഒരു കണ്ടെയ്നർ ബർത്ത് ലെങ്ത്ത് കൂട്ടും. അതേപോലെ അലോങ് മോർ ഷിപ്സ് ടു ഡോക്ക് അറ്റ് ദ സെയിം ടൈം, ഒരേ സമയത്ത് ഒരുപാട് ഷിപ്സിന് നമുക്കിനി വിഴിഞ്ഞം പോർട്ടിൽ കാണാൻ സാധിക്കും. സോ അതിൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് നമുക്ക് എന്ത് പറയാം? വിഴിഞ്ഞം ഈസ് ഇവോൾവിംഗ് ഫ്രം എ പ്രോമിസിംഗ് പോർട്ട് അല്ലേ ടു എ സ്ട്രാറ്റജിക് ഗ്ലോബൽ ട്രേഡ് ഹബ്. But continued investment, promotion and infrastructure development are very essential to secure long-term gains. So next we will look on to the infrastructure gaps and required interventions in Viഴിഞ്ഞം port. So നമ്മൾ പറഞ്ഞ പോലെ തന്നെ വിഴിഞ്ഞംസ് early success is very promising, but it's facing growing pains due to infrastructure gaps. സോ അതിൽ കുറച്ച് പോയിന്റ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഒന്ന്, ഇൻഫ്രാസ്ട്രക്ചർ ബോട്ടിൽ നെക്സ് ആർ വെരി സ്ലോയിങ് പ്രോഗ്രസ്. ആൻഡ് 2025 ഫെബ്രുവരിയിൽ 40ഓളം ഷിപ്പുകൾ അറ്റ് എ ടൈം വന്നിരുന്നു. ആൻഡ് ഇറ്റ് ഹാസ് കോസ്റ്റ് മേജർ ഡിലേസ് ഷോയിങ് ദാറ്റ് ദ സപ്പോർട്ട് സിസ്റ്റം ആർ ഇൻ റെഡി ഫോർ ഹൈ ട്രാഫിക് യെറ്റ്. അപ്പോൾ ഈ ഒരു 40ഓളം ഷിപ്പ് വന്നപ്പോൾ ഹൈ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആയപ്പോൾ അത് ഭയങ്കരമായിട്ട് ഡിലേ ഉണ്ടാക്കി, ഷോയിങ് ദാറ്റ് ദ സപ്പോർട്ട് സിസ്റ്റം ആർ ഇൻ റെഡി. അപ്പോൾ ഇവിടെ വേണ്ട ഒരു കീ ഇൻഫ്രാസ്ട്രക്ചർ നീഡ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒന്ന്, ഇൻ്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ് ആണ്. ആ ഒരു ഇൻ്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റിന് വേണ്ടിയിട്ടുള്ള ആ ഒരു അപ്ലിക്കേഷൻ ഈസ് സ്റ്റിൽ പെൻഡിങ് വിത്ത് ദ യൂണിയൻ ഹോം മിനിസ്ട്രി. സോ എന്തുകൊണ്ടാണ് ഈ ഒരു ICP അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആവുന്നത്? സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇറ്റ് എനേബിൾസ് കാർഗോ ക്ലിയറൻസ്, കസ്റ്റം ചെക്ക് ആൻഡ് ക്രൂ ചേഞ്ചസ്, ആൻഡ് ഇറ്റ് വിൽ ജനറേറ്റ് റവന്യൂ ബിയോണ്ട് ജസ്റ്റ് ട്രാൻസ്ഷിപ്മെൻറ്റ്. ഒരു ട്രാൻസ്ഷിപ്മെൻറ്റിനേക്കാളും കൂടുതലായിട്ടൊരു റവന്യൂ ജനറേറ്റ് ചെയ്യാൻ കഴിയും ഈ ഒരു ICP വന്നു കഴിഞ്ഞാൽ. ഓക്കെ, ഒരു ചെക്ക് പോസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആ ചെക്ക് പോസ്റ്റ് കടക്കുമ്പോഴുള്ള ആ ഒരു ഫണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും. ഒരു ജസ്റ്റ് ഒരു ട്രാൻസ്ഷിപ്മെൻറ്റിനേക്കാളും ഉപരി കുറച്ചും കൂടി റവന്യൂ നമുക്ക് അവിടെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ പെട്ടെന്നുള്ള ആ ഒരു കാർഗോ ക്ലിയറൻസും പിന്നെ കസ്റ്റം ചെക്കും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് എന്താ പറയുക ക്ലിയറൻസ് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. ആൻഡ് പിന്നുള്ളത് ഒരു പെർമനൻറ്റ് പോർട്ട് ഹെൽത്ത് ഓഫീസിൻ്റെ ഒരു അഭാവമാണ്. സോ നീഡ് ഫോർ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ചെക്സ് ഫോർ ഷിപ്പ്, കാർഗോ ആൻഡ് ക്രൂ. പിന്നെ നമുക്കൊരു കോവിഡിന് ശേഷം ഈ ഒരു പോസ്റ്റ് കോവിഡിൽ ഈ ഒരു സംഭവം കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആക്കിയിട്ടുണ്ട്, ഈ ഒരു പെർമനൻറ്റ് പോർട്ട് ഹെൽത്ത് ഓഫീസ് എന്ന് പറയുന്നത്. ഒരു വിച്ച് ഈസ് ഫോർ ദ ഹെൽത്തി ആൻഡ് സേഫ്റ്റി ചെക്ക് ഓഫ് ഷിപ്സ്, കാർഗോ ആൻഡ് ക്രൂ. പിന്നെ ഉള്ളത് ഒരു ബെറ്റർ കണക്ടിവിറ്റി ഇല്ല എന്നുള്ളതാണ്. NH66 എക്സ്പാൻഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. അതേപോലെ തന്നെ ബാലരാമപുരത്തുള്ള ആ ഒരു റെയിൽ ലിങ്ക് ടു ബാലരാമപുരം ആൻഡ് തിരുവനന്തപുരത്തുള്ള ഔട്ടറിംഗ് റോഡ്,
അതിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീർക്കണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു 3 പ്രശ്നങ്ങളുണ്ട്. ഒന്ന് NH-66 എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ്? വിച്ച് വിൽ ഹെൽപ്പ് ഫോർ ദ സ്മൂത്ത് റോഡ് കാർഗോ മൂവ്മെൻറ്റ് അല്ലേ? ആ ഒരു കാർഗോ വന്നു കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാനും കാര്യങ്ങൾക്കൊക്കെ പെട്ടെന്ന് നമുക്ക് റോഡ് മാർഗത്തിൽ ആ സാധനം പോർട്ടിലേക്ക് എത്തിക്കാൻ പറ്റും. സോ ഒരു NH-66 എക്സ്പാൻഷൻ വളരെ അനിവാര്യമാണ്. അതേപോലെ തന്നെ ഒരു ഇൻലാൻഡ് കണ്ടെയ്നർ ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ട് ആ ഒരു റെയിൽ ലിങ്ക് വരണം അല്ലേ? ബാലരാമപുരത്തേക്കുള്ളൊരു റെയിൽ ലിങ്ക് ടു ബാലരാമപുരം ഈസ് വെരി ക്രൂഷ്യൽ ഫോർ ഇൻലാൻഡ് കണ്ടെയ്നർ ട്രാൻസ്പോർട്ട്. അതേപോലെ തന്നെ ഈ സിറ്റി ട്രാഫിക്കും അതേപോലെ പോർട്ടിലേക്കുള്ള ഒരു റോഡ് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരത്തിൻ്റെ ഔട്ടർ റിംഗ് റോഡ് അതിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീർക്കേണ്ടതായിട്ടുണ്ട്. സോ നെക്സ്റ്റ് നമ്മൾ നോക്കാനുള്ളത് ഒരു ലോങ് ടേം ഡെവലപ്മെൻറ്റ് പ്ലാനാണ്. So the state is planning a Vizhinjam development zone to host ബിസിനസ് ഹബ്ബും കാര്യങ്ങളൊക്കെ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എന്താ പറയുക വിഴിഞ്ഞം ഡെവലപ്മെൻറ്റ് സോൺ സ്റ്റേറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. വിച്ച് ഇസ് ടു ക്രിയേറ്റ് എ ഡെഡിക്കേറ്റഡ് ഏരിയ ഫോർ അതർ സ്റ്റേറ്റ്സ് ട്രേഡ് സെൻറ്റേഴ്സ് ബൂസ്റ്റിംഗ് ഇൻ്റർ സ്റ്റേറ്റ് ട്രേഡ് ആൻഡ് ലോജിസ്റ്റിക്സ്. അപ്പോൾ ഇതിൻ്റെ ഒരു സമ്മറി എന്താണെന്ന് നമുക്ക് നോക്കാം. സോ വിഴിഞ്ഞം ഹാസ് ദ പൊട്ടൻഷ്യൽ ടു ബി എ ഗ്ലോബൽ പോർട്ട് പവർ ഹൗസ്. But to truly thrive, it urgently needs logistics infrastructure, administrative clearances and better connectivity. സോ നമ്മൾ ഡിസ്കസ് ചെയ്തത് ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഗ്യാപ്പുകളും കാര്യങ്ങളൊക്കെ എത്രയും വേഗം ഫില്ല് ചെയ്യണം എന്നുള്ള കുറച്ച് പോയിൻറ്റ്സാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ആൻഡ് ഒന്നായൊരു ഇൻ്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ് അതിൻ്റെ ഒരു ആവശ്യകത അവിടെയുണ്ട്. അതേപോലെ പെർമനൻറ്റ് പോർട്ട് ഹെൽത്ത് ഓഫീസർ, അതേപോലെ ബെറ്റർ കണക്ടിവിറ്റി, NH-66 എക്സ്പാൻഷൻ. NH-66 എന്ന് പറയുന്നത് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ പൻവേലിൽ നിന്നാണ്. പിന്നെ അതേപോലെ അത് എൻഡ് ചെയ്യുന്നത് തമിഴ്നാട്ടിലെ കന്യാകുമാരിയിലാണ്. ആൻഡ് ഇറ്റ് ട്രാവൽസ് ത്രൂ ദി വെസ്റ്റേൺ കോസ്റ്റ് ഓഫ് ഇന്ത്യ, പാസിംഗ് ത്രൂ സ്റ്റേറ്റ്സ് ഓഫ് മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരള ആൻഡ് തമിഴ്നാടു. ആൻഡ് നമ്മൾ ഈ ഒരു ബാലരാമപുരത്തേക്കുള്ള ഒരു റെയിൽ ലിങ്കിൻ്റെ കാര്യം സംസാരിച്ചു അല്ലേ? സോ ആ ഒരു റെയിൽ ലിങ്ക് നമ്മളെ വളരെയധികം ഇൻലാൻഡ് കണ്ടെയ്നർ ട്രാൻസ്പോർട്ടിന് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ പോർട്ട് മിനിസ്റ്റർ ആയിട്ടുള്ള VN വാസവൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഫൈനൽ സ്റ്റേജിലാണെന്നും ആൻഡ് അത് ഉടനെ തന്നെ നിലവിൽ വരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മീൻവൈൽ ദ ഇന്റർസെക്ഷൻ സ്കീം പ്രപ്പോസൽ ഫോർ ലിങ്കിങ് ദ പോർട്ട് റോഡ് ടു NH-66 ഹാസ് ബീൻ സബ്മിറ്റഡ് ഫോർ അപ്രൂവൽ ടു ദ നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ആൻഡ് ഈ ഒരു ദ റെയിൽ ആൻഡ് റോഡ് കണക്ടിവിറ്റി പ്രോജക്ട്സ് ടു വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് വിൽ സൂൺ ബിക്കം എ റിയാലിറ്റി. ആൻഡ് ദ construction of the 1.7 kilometer road connecting the port and NH-66 is in the last stretch, while the rail link is expected to be completed by 2028 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ആ ഒരു തിരുവനന്തപുരത്തുള്ള ഒരു ഔട്ടറിംഗ് റോഡിൻ്റെ നിർമ്മാണമാണ് വിച്ച് വിൽ ഹെൽപ്സ് ടു റെഡ്യൂസ് സിറ്റി ട്രാഫിക് ആൻഡ് ഈസ്റ്റ് പോർട്ട് ആക്സസ്. അതേപോലെ തന്നെ ആ ഒരു ലോങ് ടേം ഡെവലപ്മെൻറ്റ് പ്ലാൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ആ ഒരു ബിസിനസ് ഹബ്ബൊക്കെ ഹോസ്റ്റ് ചെയ്ത് വിഴിഞ്ഞത്തിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് സോൺ ആക്കാനുള്ള ഒരു പ്ലാനിങ് ഒക്കെ ഉണ്ട്. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മൾ ആ ഒരു പ്ലാനിങ്ങും ഇൻഫ്രാസ്ട്രക്ചർ ഗ്യാപ്പിൻ്റെ കാര്യങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ആൻഡ് വിൽ ലുക്ക് ഓൺ ടു ദ ഫ്യൂച്ചർ വിഷൻസ് ആൻഡ് ചാലഞ്ചസ് ആൻഡ് പോളിസീസ് സജഷൻസ് എന്നുള്ളതാണ്. സോ വിഴിഞ്ഞം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻ ജസ്റ്റ് ഗ്രോയിങ് ആസ് എ പോർട്ട്, ഇറ്റ് ഈസ് ബീയിങ് പൊസിഷൻഡ് ആസ് എ നെക്സ്റ്റ് ജനറേഷൻ ഗ്രീൻ ആൻഡ് ഗ്ലോബൽ ട്രേഡ് ഹബ്ബ് എന്നുള്ളതാണ്. ഇനി നമുക്ക് നമ്മുടെ ഒരു ഫ്യൂച്ചറിലേക്കുള്ള ഒരു വിഷനും കാര്യങ്ങളൊക്കെ നോക്കാം. ഫോർ എയിമിംഗ് ഫോർ ഗ്ലോബൽ ലീഡർഷിപ്പ്, വാട്ട് നെക്സ്റ്റ് ഫോർ വിഴിഞ്ഞം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്റ്റാണ് കേട്ടോ. സോ ഒരു ക്ലീൻ ഫ്യൂവൽ ബാങ്കറിങ് ഹബ്ബായിട്ട് മാറാൻ പോവുകയാണ്. സോ അദാനി പോർട്ട് പ്ലാൻ ചെയ്യുന്നത് വിഴിഞ്ഞത്തിനൊരു ബങ്കറിങ് സ്റ്റേഷൻ ആക്കാനാണ്. എന്ന് വെച്ചാൽ ആ ഒരു പ്ലേസ്, ഇറ്റ് ഈസ് എ പ്ലേസ് വേർ ഷിപ്സ് റീഫ്യൂവൽ, ഫ്യൂവൽ നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സ്ഥലം ബങ്കറിങ് സ്റ്റേഷൻ ആക്കാൻ പോവുകയാണ്. ആൻഡ് ഇത് റെഗുലർ ഫ്യൂവൽ അല്ല. ഓക്കെ, ദ ഫോക്കസ് ഈസ് ഓൺ ക്ലീൻ ഫ്യൂവൽസ് ലൈക്ക് ഹൈഡ്രജൻ ആൻഡ് അമോണിയ. ആൻഡ് നമുക്കറിയാലോ വിച്ച് ഈസ് അലൈനിങ് വിത്ത് ദ ഗ്ലോബൽ ട്രെൻഡ്സ് ഇൻ ഗ്രീൻ ഷിപ്പിംഗ് എന്നുള്ളൊരു കോൺസെപ്റ്റാണത്. ഒരു ഹൈഡ്രജനും അമോണിയ പോലെയുള്ള ക്ലീൻ ഫ്യൂവൽസ് ആണ് യൂസ് ചെയ്യുന്നത് റെഗുലർ ഫ്യൂവൽസിന് പകരം. സോ അത് പൊല്യൂഷനും കാര്യങ്ങളൊക്കെ വളരെയധികം കുറയ്ക്കാൻ സാധിക്കുമല്ലോ. ഇതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്റ്റാണ്, ഒരു ക്ലീൻ ഫ്യൂവൽ ബങ്കറിങ് ഹബ്ബ് എന്നുള്ളത്. അതേപോലെ തന്നെ ഗ്രീൻ എനർജി പ്രൊജക്ട്സ് നിയർ ബൈ, അതായത് കേരളത്തിൻ്റെ അനേർഡ് ANERT. അപ്പോൾ ഈ ANERT എന്ന് പറയുന്നത് ഏജൻസി ഫോർ നോൺ കൺവെൻഷണൽ എനർജി ആൻഡ് റൂറൽ ടെക്നോളജിയാണ്. ഇവർ വിഴിഞ്ഞത്ത് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. എന്തിനെ പറ്റിയിട്ട്? ഒന്ന് വേവ് എനർജിയെ പറ്റിയിട്ട് ഇവരവിടെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഗ്രീൻ ഹൈഡ്രജൻ പ്രൊഡക്ഷൻ,
ഒരു ഗ്രീൻ ഹൈഡ്രജൻ പ്രൊഡക്ഷനെ പറ്റിയിട്ട് നമ്മൾ നമ്മുടെ പ്രീവിയസ് ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, അതിനെപ്പറ്റി കുറച്ചും കൂടി ബെറ്റർ ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു സെഷൻ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ആൻഡ് ഈ ഒരു വേവ് എനർജിയും അതേപോലെ ഗ്രീൻ ഹൈഡ്രജൻ പ്രൊഡക്ഷൻ വേണ്ട കാര്യങ്ങളും ആ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് കേരളത്തിൻ്റെ ഈ ഒരു ഏജൻസി. സോ ഇത് എന്തിനു ഹെൽപ്പ് ചെയ്യും? ദിസ് കുഡ് സപ്പോർട്ട് പോർട്ട് ഓപ്പറേഷൻസ് ആൻഡ് മേക്ക് വിഴിഞ്ഞം എ മോഡൽ ഫോർ സസ്റ്റൈനബിൾ പോർട്ട്സ്. അപ്പോൾ വിഴിഞ്ഞം പോർട്ടിന് വേണ്ട എനർജിയും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് തന്നെ അതിൻ്റെ അടുത്തുനിന്ന് തന്നെ ജനറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് മേക്കിംഗ് എ മോഡൽ ഫോർ സസ്റ്റൈനബിൾ പോർട്ട്സ് അല്ലേ. പിന്നെ ഒരു റീബ്രാൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഗ്ലോബൽ റെക്കഗ്നിഷനും ഒക്കെ വേണ്ടിയിട്ട്. ഒരു വിഴിഞ്ഞം പോർട്ട് എന്നുള്ളത് ഒരു ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. ആ ഒരു പോർട്ടിനെ റീനെയിം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗോൾ എന്താണ്? ഇതിന് കുറച്ചും കൂടി നമ്മുടെ വിഴിഞ്ഞം പോർട്ടിന് ഒരു ഗ്ലോബലി ആൾക്കാർക്കൊക്കെ റെക്കഗ്നൈസ് ചെയ്യാനും അതേപോലെ മാർക്കറ്റബിൾ ആക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. ലൈക്ക് ഇപ്പോൾ ദുബായ് പോർട്ടും സിംഗപ്പൂർ പോർട്ടൊക്കെ പോലെ നമുക്ക് ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ സീ പോർട്ട്. ഓക്കെ, പിന്നെ ഒരു എക്കണോമിക് സോൺ ആക്കുക എന്നുള്ളതാണ്. ആൻഡ് വിച്ച് വാസ് ഇൻസ്പയർഡ് ബൈ ഷെൻസൻ. അപ്പോൾ ഒരു ചൈനയിലുള്ള ഷെൻസൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇറ്റ് ഹാസ് ടേൺഡ് ഈ ഒരു സ്ഥലത്ത് ദേ ഹാവ് ടേൺഡ് ഇൻ ടു എ ഗ്ലോബൽ ട്രേഡ് ആൻഡ് ടെക് ഹബ് ത്രൂ സ്പെഷ്യൽ എക്കണോമിക് സോൺ. അപ്പോൾ നമ്മുടെ വിഴിഞ്ഞത്തിന് ഒരു സ്പെഷ്യൽ എക്കണോമിക് സോണൊക്കെ ആക്കിയിട്ട് മാറ്റുക. ആൻഡ് വിഴിഞ്ഞം ഈസ് ബീയിങ് കൺസിഡേർഡ് ഫോർ എ സിമിലർ ട്രാൻസ്ഫോർമേഷൻ. ആൻഡ് ഇത് എന്തിനാന്ന് വെച്ചാൽ കുറച്ചും കൂടി ബിസിനസ് ഫ്രണ്ട്ലി പോളിസീസൊക്കെ ആ ഒരു സ്ഥലത്ത് നടത്താനാണ്. ഓക്കെ, ബിസിനസ് ഫ്രണ്ട്ലി പോളിസീസും അതേപോലെ ലോജിസ്റ്റിക്സ് പാർക്സും അതേപോലെ മാനുഫാക്ചറിങ് ക്ലസ്റ്റേഴ്സൊക്കെ ആ ഒരു സ്പെഷ്യൽ സോണിൻ്റെ ഒരു ഇത് കൊടുത്തിട്ട് അവിടെ അതൊക്കെ എളുപ്പത്തിൽ നടത്താനുള്ള സാങ്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ വിഴിഞ്ഞത്തിനൊരു SIR ബിൽ എന്നുള്ളൊരു സംഭവം ഉണ്ട്. അതായത് സ്പെഷ്യൽ നീഡ് ടു ഫാസ്റ്റ് ട്രാക്ക് ദി SIR ബിൽ. ഈ ഒരു SIR എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് റീജിയൻ എന്നാണ്. അപ്പം ഈ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു എക്കണോമിക് സോൺ വിഴിഞ്ഞത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ക്രിയേഷൻ ഓഫ് എ ഡെഡിക്കേറ്റഡ് എക്കണോമിക് സോൺ അറൗണ്ട് വിഴിഞ്ഞം വിൽ ബി വെരി ബെനിഫിഷ്യൽ. ആൻഡ് ഈ ഒരു ഈസിയർ ലാൻഡ് അക്വിസിഷനും ഫാസ്റ്റ് ക്ലിയറൻസും ടാക്സ് ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. സോ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആർ ഏർജിങ് ദ ഗവൺമെൻറ് ടു സ്പീഡ് അപ്പ് ദ ബിൽ ഫോർ എക്കണോമിക് ആക്സിലറേഷൻ ആൻഡ് ഓൾ. സോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വിഴിഞ്ഞം എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ പോർട്ട് എനിമോർ. ഇറ്റ് ഈസ് ബീങ് ഡെവലപ്ഡ് ഇൻ ടു എ ഗ്രീൻ, സ്മാർട്ട് ആൻഡ് ഗ്ലോബലി കോമ്പറ്റേറ്റീവ് എക്കണോമിക് ഹബ്. ആൻഡ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നിങ്ങളൊരു മെയിൻസ് ആൻഡ് പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ, പ്രിലിംസിൽ അല്ലെങ്കിൽ മെയിൻസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നിങ്ങൾക്ക് പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കാവുന്ന കുറേ എക്സാമ്പിളും കാര്യങ്ങളൊക്കെ നമ്മളിന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. സോ ആൻഡ് ബട്ട് നമ്മൾ പറഞ്ഞു നിർത്തിയത് സോ ഓക്കെ, ബട്ട് ദിസ് വിഷൻ ഡിപ്പെൻഡ്സ് ഓൺ സ്പീഡി എക്സിക്യൂഷൻ ഓഫ് ലോസ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് എനർജി പ്രൊജക്ട്സ്. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വിൽ ബി ഡിസ്കസിങ് അബൌട്ട് സം സീരിയസ് കൺസേൺസ് ദാറ്റ് കുഡ് ഇമ്പാക്ട് വിഴിഞ്ഞംസ് ലോങ് ടേം സക്സസ്. ഒരു വിഴിഞ്ഞത്തിൻ്റെ ഗ്രോത്തിനുള്ള ഒരു മെയിനായിട്ടുള്ളൊരു ത്രെട്ട് എന്ന് പറയുന്നത് ഒരു കൊളച്ചൽ പോർട്ട് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് വിഴിഞ്ഞത്ത് 40 കിലോമീറ്റർ അകലെ മാത്രമാണ്. ദ യൂണിയൻ ഗവൺമെൻറ്റ്സ് പ്ലാൻ ഫോർ അനദർ ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ് ഇൻ കൊളച്ചൽ. ഇറ്റ് ഈസ് വെരി കോൺട്രവേഴ്ഷ്യൽ അല്ലേ. ഇത് എന്തുകൊണ്ടാണ് പ്രശ്നമായിട്ട് മാറുന്നത്? ഒന്ന്, ഇത് വിഴിഞ്ഞത്തിൻ്റെ അടുത്താണ്. ഓക്കെ, 40 കിലോമീറ്റർ അകലം മാത്രമേ ഉള്ളൂ. ആൻഡ് അവിടെ വരുന്ന ആ ഒരു കാർഗോ, ആ ഒരു ഇറ്റ് കുഡ് സ്പ്ലിറ്റ് കാർഗോ ട്രാഫിക്, അതേപോലെ ഇൻവെസ്റ്റ്മെൻറ്റും ഫോക്കസും ഒക്കെ സ്പ്ലിറ്റായി പോകാൻ ചാൻസ് ഉണ്ടല്ലേ. അപ്പോൾ നമ്മുടെ വിഴിഞ്ഞത്തിൻ്റെ ഒരു സ്ട്രാറ്റജിക് എഡ്ജ് അവിടെ നഷ്ടമാവുകയാണ്. ആൻഡ് ഇറ്റ് റിസ്ക്സ് ക്രിയേറ്റിംഗ് 2 അണ്ടർ യൂട്ടിലൈസ്ഡ് പോർട്സ് ഇൻസ്റ്റെഡ് ഓഫ് 1 ഗ്ലോബൽ സ്കെയിൽ ഹബ്. ഒരു ഒരെണ്ണത്തിൽ ഫോക്കസ് ചെയ്യാണ്ട് ഈ രണ്ടെണ്ണത്തിലും 2 തോണിയിൽ കാല് വയ്ക്കുക എന്നൊക്കെ പറയില്ല. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ഇത്തിരി പ്രശ്നമായിരിക്കുമല്ലോ വിഴിഞ്ഞത്തിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന്. അതേപോലെ അപ്പോൾ എന്താണ് സജസ്റ്റ് ചെയ്യുന്നത്? വാട്ട്സ് ബീയിങ് സജസ്റ്റഡ്? അപ്പോൾ ഒന്ന്, ഒരു നാഷണൽ പോർട്ട് പോളിസിയാണ് വിച്ച് ഈസ് സിമിലർ ടു ദ ഗ്രീൻഫീൽഡ് എയർപോർട്ട് പോളിസി. പ്രിവെൻറ്റ്സ് ബിൽഡിംഗ് മൾട്ടിപ്പിൾ മേജർ പോർട്ട്സ് ടു ക്ലോസ് ടുഗെദർ. അതായത് മൾട്ടിപ്പിൾ പോർട്ട്സ് ഒന്നും ഒരു പോർട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. ആൻഡ് എൻഷുർ ബെറ്റർ പ്ലാനിങ്, കോർഡിനേഷൻ ആൻഡ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇനി നമ്മൾ നോക്കുന്നത് ഈ ഒരു നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് VGF എന്നുള്ളൊരു ഇതിലാണ് നമുക്ക് ഇതിനുള്ള വിഴിഞ്ഞത്തിന് വേണ്ട ഫണ്ട് തന്നിരുന്നതെന്ന് പറഞ്ഞിട്ട് അത് ഭയങ്കര പ്രശ്നമുണ്ടായിരുന്നു. ഈ VGF എന്ന് പറഞ്ഞാൽ എന്താണ്? വിച്ച് ഈസ് എ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് ആണ്. അപ്പോൾ ഈ ഒരു വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് വഴിയാണ് നമ്മൾ പറഞ്ഞില്ലേ, കേരള ഗവൺമെൻറ് ഇൻവെസ്റ്റ് ചെയ്തു, അദാനി പോർട്ട് ഇൻവെസ്റ്റ് ചെയ്തു, അതേപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് VGF ആണ് നമുക്ക് ഈ ഒരു പോർട്ടിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് തന്നത്.
ഓക്കെ, ഈ ഒരു VGF വഴിയാണ് 817.8 കോടി തന്നത്. ഓക്കെ, ഫ്രം ദ സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് വാസ് മീൻ ടു സപ്പോർട്ട് പോർട്ട് ഡെവലപ്മെൻറ്റ്. പക്ഷേ ഇവിടെ ഒരു റീപേയ്മെൻറ്റ് ക്ലോസ് ഉണ്ട്. ഓക്കെ, ഇത് നമ്മൾ ഈ ഒരു ഫണ്ട് നമ്മൾ റീപേ ചെയ്യണം സെൻട്രൽ ഗവൺമെൻറ്റിന് വിത്ത് ഇൻട്രസ്റ്റ് ആൻഡ് പോസിബിൾ പെനാൽറ്റീസ്. ഈ ഒരു 817 കോടി എന്നുള്ളത് ഈ ഒരു ഇൻട്രസ്റ്റും അതേപോലെ തന്നെ ഇനി വല്ല പെനാൽറ്റിയും ഒക്കെ നമ്മൾ കറക്റ്റ് ടൈമിൽ പേയ്മെൻറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതെല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു 10,000 കോടി ആവാനുള്ള നല്ല ചാൻസ് ഉണ്ട്. ഓക്കെ, so this could strain Kerala's finance heavily, അല്ലേ, എസ്പെഷ്യലി ഇഫ് പോർട്ട് റവന്യൂ ഗ്രോത്ത് സ്ലോസ് ഓർ പ്രൊജക്ട് ഫെയിൽ ഷോർട്ട്. അല്ലെങ്കിൽ നമ്മൾ ഇത്തിരി ഫൈനാൻഷ്യൽ ക്രൈസിസിലാണ്, അതിൻ്റെ കൂടെ ഇങ്ങനത്തെ പണിയും കൂടി തന്നു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം ഭയങ്കര കഷ്ടത്തിലാവും. So in summary, we can say that to ensure Vizhinjam's thrive, India needs a clear national port development strategy to avoid internal competition. അല്ലേ, നമുക്ക് നല്ലൊരു നാഷണൽ പോർട്ട് ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജി വേണം. അപ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഇൻറ്റേർണൽ കോമ്പറ്റീഷനൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ഒരു പോർട്ടിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു പോർട്ടിൽ ഫോക്കസ് ചെയ്യുക, നേരെ ഫോക്കസ് ചെയ്തിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്യുക. പിന്നുള്ളത് ഒന്ന് ഫൈനാൻഷ്യൽ റിസ്ക് ആണ്. ദി ബലൂണിങ് ഓഫ് VGF ക്ലോസ് നീഡ് അർജൻറ്റ് റിവ്യൂ ഓർ റീനെഗോസിയേഷൻ ടു അവോയ്ഡ് ബേർഡനിങ് ദ സ്റ്റേറ്റ്. അല്ലേ, ഇത് ഒരിക്കലും ഈ VGF വഴി സ്റ്റേറ്റിന് ഇതൊരു ബേർഡൻ ആവരുത്. നമ്മൾ വിഴിഞ്ഞും ഇതേപോലത്തെ പ്രൊജക്ട്സ് ഒക്കെ കൊണ്ടുവരുന്നത് നമ്മുടെ രാജ്യവും അതേപോലെ സംസ്ഥാനവും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊരിക്കലും നമ്മുടെ ഒരു സ്റ്റേറ്റിനൊരു ബേർഡനായിട്ട് അത് മാറരുത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, സോ നാളെ വേറെ ന്യൂസായിട്ട് വരാം. ഓക്കെ, ഹാവ് എ നൈസ് ഡേ, ബൈ.